നമസ്കാരം. സമീപ ഭാവിയിൽ ആഗോള ജലയുപയോഗം ക്രമാതീതമായി വർദ്ധിക്കുമെന്ന സൂചനയുമായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. ഇക്കാലമത്രയും കൂടിയ അളവിലുള്ള ജലവിനിയോഗത്തിനു പിന്നിൽ ശീതളപാനീയ കമ്പനികളും മറ്റു വ്യവസായങ്ങളുമായിരുന്നു ഒന്നാം സ്ഥാനത്തെങ്കിൽ ഇനി അങ്ങോട്ട് AI ഡാറ്റാ സെന്ററുകളാകും ആഗോള ജലസ്രോതസ്സുകളുടെ പ്രധാന ഉപഭോക്താക്കൾ എന്നാണ് ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നത്. AI കമ്പനികൾ ഡാറ്റാ സെന്ററുകൾ ശീതീകരിക്കുന്നതിനും വൈദ്യുതി ഉൽപാദനത്തിനുമായാണ് പ്രധാനമായും ജലവിനിയോഗം നടത്തുന്നത്. ഇതിനായുള്ള വാർഷിക ജലഉപയോഗം 2028 ആകുമ്പോഴേക്കും ഏകദേശം 1068 ബില്യൺ, അതായത് 106.8 കോടി ലിറ്ററായി ഉയരാനുള്ള സാധ്യതയും മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ 2028 ആകുമ്പോഴേക്കും ജല ഉപയോഗത്തിൽ 2024 നിലവാരത്തിൽ നിന്നും 11 മടങ്ങ് വർധനയുണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചാറ്റ് ബോട്ടുകൾ, ജനറേറ്റീവ് AI, ലാർജ് ലാംഗ്വേജ് മോഡലുകൾ തുടങ്ങിയ AI മോഡലുകൾക്ക് അതിവിപുലമായ ഡാറ്റാ സെന്ററുകൾ ആവശ്യമാണ്. ഈ സെന്ററുകൾ പ്രവർത്തിക്കാൻ വലിയ അളവിലുള്ള വൈദ്യുതി ആവശ്യമാണ്. വൈദ്യുതി ഉൽപാദനത്തോടൊപ്പം ശീതീകരണത്തിനായും ജലം വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. AI-യുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ജലവിനിയോഗം നടക്കുന്നത് വൈദ്യുതി ഉൽപാദനത്തിനായാണ്. അതിനു പിന്നാലെയാണ് ഡാറ്റാ സെന്റർ ശീതീകരിക്കാനുള്ള ജല ഉപയോഗം. AI കമ്പനികൾ ഡാറ്റാ സെന്ററുകൾ ശീതീകരിക്കുന്നതിനായി വർഷം തോറും വലിയ അളവിലുള്ള ജലവിനിയോഗമാണ് നടത്തുന്നത്. ഇക്കാര്യം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉൽപാദനത്തിനായുള്ള പരോക്ഷ ജലവിനിയോഗം പലപ്പോഴും അവഗണിക്കപ്പെടുകയാണെന്നും മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. അർദ്ധചാലകം അഥവാ സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്തിനും ധാരാളം അധിശുദ്ധ ജലം അനിവാര്യമാണ്. പ്രതിദിനം 5 ദശലക്ഷം ഗാലൻ വരെ അതിശുദ്ധ ജലം ഈ വ്യവസായത്തിനായി വേണ്ടിവരുന്നുണ്ട്. അതിനാൽ തന്നെ വർദ്ധിച്ചു വരുന്ന അർദ്ധചാലക നിർമ്മാണ വ്യവസായം ജല ഉപയോഗം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. AI മേഖലയുടെ ജലവിനിയോഗത്തെ സംബന്ധിച്ച മറ്റൊരു പ്രധാന വസ്തുതയുണ്ട്. ലോകത്തിലെ പ്രമുഖ ഡാറ്റാ സെന്റർ ഹബ്ബുകളിൽ ഭൂരിഭാഗവും ഇടത്തരം മുതൽ ഉയർന്ന നിലയിൽ വരെ ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രാദേശിക തലത്തിൽ വിവിധ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി തീരും. അത്തരം പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം, കൃഷി, വ്യാവസായിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ട ജലലഭ്യത കുറയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ആഗോള ഭീമന്മാരായ ഗൂഗിൾ, മെറ്റ തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ മൊത്തം ജലവിനിയോഗത്തിന്റെ 95% ഡാറ്റാ സെന്റർ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗപ്പെടുത്തുന്നതെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗൂഗിളിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ അയോവയിലെ കേന്ദ്രം ഒരു വർഷം മാത്രം 3.8 ബില്യൺ, അതായത് 380 കോടി ലിറ്റർ ജലമാണ് വിനിയോഗിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് AI-യുടെ ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് കാര്യക്ഷമമായ ജലവിഭവ മാനേജ്മെന്റ് നിർണായകമായി തീരുമെന്നാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു വശത്ത് സാങ്കേതിക രംഗത്തെ തുടിപ്പായി AI മാറുമ്പോൾ മറുവശത്ത് AI അധിഷ്ഠിത വ്യവസായങ്ങൾ, ഡാറ്റാ സെന്ററുകൾ വലിയ വിപത്തിന് കാരണമായി തീരുകയാണ്. AI ലോകത്തിന്റെ വളർച്ച മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വെല്ലുവിളിയായി തീരാതിരിക്കാൻ സുസ്ഥിര AI വികസനമാണ് സാധ്യമാക്കേണ്ടത്. ഭാവിയിൽ ജലവും സാങ്കേതിക വിദ്യയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള ഏക മാർഗവും അതുതന്നെയാണ്. ജലവിഭവങ്ങളുടെ കാര്യക്ഷമമായ മാനേജ്മെന്റും ഡാറ്റാ സെന്ററുകളിലെ ശീതീകരണ സംവിധാനങ്ങളുടെ നവീകരണവും ഊർജിത ഗവേഷണങ്ങളുടെ വിഷയമാക്കേണ്ടതായുണ്ട്. ഡാറ്റാ സെന്ററുകളിൽ കുറഞ്ഞ അളവിൽ ജലം ഉപയോഗിക്കുന്ന കൂളിംഗ് ടെക്നോളജീസ് വികസിപ്പിക്കുന്നതിനും മഴവെള്ള ശേഖരണം അടക്കമുള്ള പുനരുപയോഗ ജലവിനിയോഗത്തിനും പ്രാധാന്യം നൽകേണ്ടതായുണ്ട്. അതോടൊപ്പം വൈദ്യുതി ഉൽപാദനത്തിനായി പുനരുപയോഗ ജലസ്രോതസ്സുകളെയും വിനിയോഗപ്പെടുത്തണം. അതോടൊപ്പം ജലക്ഷാമമില്ലാത്ത ഇടങ്ങൾ ഡാറ്റാ സെന്റർ ഹബ്ബുകൾ നിർമ്മിക്കുന്നതിനായി കമ്പനികൾ തിരഞ്ഞെടുക്കേണ്ടതായുണ്ട്. AI അധിഷ്ഠിത സാങ്കേതിക ലോകത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ ജലസംരക്ഷണത്തിനും സർക്കാരുകളും വൻകിട കമ്പനികളും പ്രാധാന്യം നൽകേണ്ടതായുമുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.